ഗുരുവിന്റെ ജന്മദിനമാഘോഷിക്കാൻ ജന്മമെടുത്താത്മലോകം ഒരുങ്ങിക്കൊള്ളാൻ ജന്മഭാവം കർമ്മദോഷം ജീവനാശം തീർത്തു തന്ന മരണമില്ലാത്ത പരമഗുരുവിന്റെ വാഴ്ച ഈ ലോകത്തിൽ അന്വർത്ഥമാക്കിക്കൊണ്ട് തിരിച്ചുദയമായി വന്ന ആനന്ദജി ഗുരുദേവന്റെ ഉത്രാടം ജന്മനക്ഷത്ര ദിനമാണ്. കഴിഞ്ഞ വർഷം നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മൾ 10 ദിവസത്തെ ഉത്സവ പരിപാടികളോടുകൂടിയാണ് നടത്തിയത്. ആ തിരുവുടലിൽ ഇരുന്നുകൊണ്ട് അവതരിപ്പിച്ച ഉന്നതമായ താരാസ്തുതിയെയും മഹാതീർത്ഥാടനത്തെയും അതുപോലെ ഭക്തനാൾ സ്തുതികളെയും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക സംവിധാനത്തിലാണ് നമ്മൾ സർവജ്ഞാനോത്സവം നടത്തിയത്. തീർത്ഥാടനത്തിന് നിങ്ങൾ പദയാത്രയായി വരുന്നു. ആ കർമ്മങ്ങൾക്കും നിങ്ങൾ 2 ദിക്കിലും ഇറങ്ങി ആദർശ കൊടികളും ഏന്തി കീർത്തനങ്ങൾ ആലപിച്ച് പദയാത്രയായിട്ടാണ് വന്ന് ഈ ജന്മനക്ഷത്ര പരിപാടികളിൽ അന്ന് പങ്കെടുത്തത്. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? അതുപോലെ ഉന്നതമാകുന്ന സ്തുതി 10 ദിവസവും ജന്മനക്ഷത്ര സ്തുതി, താരാസ്തുതിയെ ഓർമ്മിപ്പിക്കത്തക്ക വിധം പരിപൂർണ പരിശുദ്ധി ആത്മാക്കൾ നിറവേറ്റപ്പെടുവാൻ തക്ക വിധം പരാശക്തി എഴുന്നള്ളിയുകൊണ്ട് നടത്തി. മതിമറന്ന ആത്മലോകം ആനന്ദിച്ചു. അതുപോലെ എത്ര സമ്മേളനങ്ങൾ, എത്ര സെമിനാറുകൾ, എന്തെല്ലാം കർമ്മങ്ങൾ, പ്രകാശയാത്ര, വാഹനഘോഷയാത്ര, ജന്മനക്ഷത്ര ഘോഷയാത്ര എന്ന് വേണ്ട എല്ലാം 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 ചേർന്ന് നമ്മൾ ഉത്സവം ആഘോഷിക്കാം. ഉത്സവം ആഘോഷിക്കാം. ഒന്നുമില്ലാത്ത സന്നിധാനത്തിൽ ആരെങ്കിലും ഒന്ന് വന്നാലും ഇരിക്കാനൊരു കസേര കൊടുക്കാനില്ല, കഴിക്കാൻ ആഹാരം കൊടുക്കാനില്ല, അഥവാ ഒരു ആഹാരം ഉണ്ടാക്കിയാൽ വിളമ്പി കൊടുക്കാൻ പാത്രമില്ല. ഇങ്ങനെ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ച് എല്ലാം ഒരുക്കി 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 നമ്മൾക്കായി ദാനം ചെയ്ത മഹാശക്തിയുടെ തിരുനാമത്തിൽ എല്ലാം ഒരുക്കി വെച്ചുകൊണ്ട് നമുക്ക് ആരാധിച്ചാനന്ദിക്കാം. ലോകത്തിലുള്ള സർവ്വസമ്പ്രദായങ്ങളിലും ആരാധനാ മാർഗങ്ങൾ, ആരാധനാ സമ്പ്രദായങ്ങൾ നിലവിൽ നിലനിർത്തിയിരിക്കുന്ന എല്ലാ സമ്പ്രദായങ്ങളിലും ആഹാരം കഴിക്കരുതെന്നാലും പറഞ്ഞിട്ടില്ല. വളരെ നിർബന്ധമായ നിഷ്ഠ ആഹാര കാര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ആത്മീയമായി ഉയർത്തുന്നത്. എന്നാൽ ശുഭാനന്ദ ദിവ്യരൂപം ഉദയമായിരുന്നുകൊണ്ട് നമ്മളോട് പറഞ്ഞു, ആഹാരം കഴിച്ചുകൊണ്ട് ആനന്ദിക്കാം. അല്ലേ? ആഹാരം കഴിച്ചുകൊണ്ട് ആനന്ദിക്കാമെന്ന് കൽപ്പിച്ച ഒരേ ഒരു ഗുരുവേ ഉള്ളൂ, അത് ശുഭാനന്ദ ഗുരുവാണ്. എന്ന് പറഞ്ഞാൽ പട്ടിണി കിടന്നുകൊണ്ടല്ല, ഒരുപാട് കൊടിയ വ്രതങ്ങൾ എടുത്തുകൊണ്ടല്ല, ചില നിർബന്ധമായ ദിവസങ്ങളിൽ മാത്രം ചില നിയന്ത്രണങ്ങൾ, അവിടെയും പട്ടിണി പറഞ്ഞില്ല. എന്തുകൊണ്ടാണ്? ആ സ്നേഹമാണ്, കരുണയാണ്, ദയയാണ്. അങ്ങനെ ആരാധിച്ച് ആഹാരം കഴിച്ചുകൊണ്ട് ആരാധിച്ച് ആനന്ദിക്കുവാനുള്ള ഒരു നിയമത്തെ ലോകത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഇപ്പൊ ആര് വന്നാലും ആഹാരം കൊടുക്കുവാൻ തക്ക വിധത്തിൽ എല്ലാം ഒരുക്കി വെച്ച് ഇന്നിപ്പോ 3 നേരമുള്ള ആഹാരം എൻ്റെ സന്താനങ്ങൾ നേർച്ചയായി അർപ്പിച്ച വിവിധ വിധത്തിലുള്ള സാധന സാമഗ്രികളും ധനവും ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ദാനം ചെയ്യുന്നത്. അതെല്ലാം ആത്മാക്കൾക്ക് ആ പ്രചോദനം കൊടുത്തതും ആ വിധത്തിൽ ഒരുക്കുവാൻ ഇടയായതും ഈ വിധത്തിൽ അനുഭവമായതും അന്നദാന പ്രഭുവായ സർവലോകാരാധൻ വന്നു. അന്നദാന
പോലും കഴിയില്ല, അതിന് ചിന്തിക്കാൻ കഴിയില്ല, അതിനുള്ള അറിവില്ല, അതിനുള്ള അനുഭവമില്ല. പക്ഷേ അന്ന് എൻ്റെ സന്താനങ്ങൾ കണ്ണിൽ നോക്കിയിരുന്ന് കണ്ണുനീരൊഴുക്കിയ സന്ദർഭമുണ്ട്. എന്തു കൊടുക്കും ഗുരുവിന്? പട്ടിണിയാണല്ലോ, ഒരു നേരത്തെ ആഹാരം കൊടുക്കാനില്ലല്ലോ എന്നോർത്ത് ശിഷ്യന്മാർ കണ്ണുനീരൊഴുക്കുമ്പോൾ എൻ്റെ സന്താനങ്ങൾക്ക് കൊടുക്കാൻ ഒന്നുമില്ലല്ലോ എന്നോർത്ത് ഗുരു കണ്ണീരൊഴുക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ഒന്നുമില്ലാത്തൊരു നാളിൽ എല്ലാം ഇത് ദേവലോകമാണെന്നും ദേവാദിദേവനാകുന്ന ദൈവമാണ് പറയനായി വന്ന് വാഴുന്നതെന്നും പരമാർത്ഥം പറയുവാൻ പരമാത്മാവിന് അല്ലാതെ ആരാലും സാധ്യമല്ലെന്നും ലോകത്തിൽ തെളിയിച്ചറിയിച്ച് അനുഭവപ്പെടുത്തിയ ഉത്രാടം ആഘോഷിക്കുവാനാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. ഉന്നതമായി നടത്തപ്പെടുവാനാകട്ടെ, മഹോന്നതമായി നടത്തപ്പെടുവാനാകട്ടെ, എല്ലാ ഹൃദയങ്ങളിലും ആനന്ദം തുള്ളിക്കളിക്കട്ടെ. മുൻമുഖത്തോടുകൂടി ഒരു പിച്ചുമയിലിനെ പോലെ ഇവിടെ ഓടി നടന്ന ആനന്ദജി ഗുരുദേവന്റെ പൂർണ്ണരൂപം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിതമാകുവാനാകട്ടെ. തുള്ളിക്കളിക്കട്ടെ, മഹാശക്തി തുള്ളിക്കളിക്കട്ടെ, ഉന്നതമായി തുള്ളിക്കളിക്കട്ടെ, ആനന്ദം നിറഞ്ഞ് 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 കവിയട്ടെ. അന്തരോഗം ആനന്ദസാഗരമാകട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ടതും അതിവിശിഷ്ടമായതും തിരുഹൃദയത്തിൽ ഏറ്റവും ഇടം പിടിച്ചതുമായ ഘോഷയാത്രയാണ് നമ്മൾ വാഴക്കൂട്ടം, ചെന്നിത്തല വാഴക്കൂട്ടം കടവിൽ നിന്ന് ആരംഭിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി സന്താനങ്ങൾ കഴിവതും ആളുകൾ അവിടെ തന്നെ വന്നിറങ്ങിക്കോളാൻ ഞാൻ നേരത്തെ അറിയിച്ചിരുന്നു. ഇന്നിപ്പോൾ വളരെ ദൂരത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം മുതൽ വന്നവരും ഇന്ന് രാവിലെ വന്നവരുമാണ് ഈ നിൽക്കുന്നത്. അപ്പൊ നിങ്ങളും ഏറ്റവും വേഗം ആഹാരം കഴിച്ച് എത്രയും വേഗം ചെന്നിത്തലയിലേക്ക് പോകണം. കിട്ടുന്ന വാഹനത്തിലൊക്കെ കയറി പലരും വാഹനങ്ങളിൽ നിങ്ങളെ അവിടെ എത്തിക്കാൻ തയ്യാറായി കാത്തു നിൽപ്പുണ്ട്. ഏറ്റവും വേഗം നിങ്ങൾ ഒരുങ്ങി വളരെ ആത്മസംയമനത്തോടുകൂടി, ഇപ്പൊ വണ്ടിയിൽ കയറി അങ്ങോട്ട് പോകുമ്പോൾ ചിരിക്കാനും കളിക്കാനും അങ്ങനെയൊന്നുമല്ല, ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് ഈ കാര്യങ്ങൾ. അപ്പൊ ആ ചിന്തയോടുകൂടി ആയിരിക്കണം. നാമം സ്തുതിച്ചുകൊണ്ട് തന്നെ വാഹനങ്ങളിലും പോകാം. അവിടെ ചെന്നിറങ്ങി എന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും കൂടി കൃത്യം 10 മണിക്ക് തന്നെ നമ്മുടെ ഘോഷയാത്ര ആരംഭിച്ച് ഉന്നതമായി ഇവിടേക്ക് എഴുന്നള്ളി വരുമ്പോൾ സർവാഭരണ വിഭൂഷിതനാകുന്ന ആ സർവലോകേശ്വരനെ, ഗുരു പരമേശ്വരനെ കാണുവാനുള്ള അനുവാദവും അനുഗ്രഹവും മഹാശക്തി നിങ്ങൾക്ക് ദാനം ചെയ്യുമാറാകട്ടെ. സർവശക്തി നിങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തി നിങ്ങളുടെ കൂടെ എഴുന്നള്ളുമാറാകട്ടെ. ഉന്നതമായി ഘോഷയാത്ര നടത്തപ്പെടട്ടെ. അതുകഴിഞ്ഞ് ആരാധന, സദ്യ, സമ്മേളനം, സേവ, കഥകളി, പ്രകാശയാത്ര എല്ലാം 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 ഒന്നിനൊന്നുപരിയായി നടത്തുവാൻ മഹാശക്തി ഇതാ കാത്തു നിൽക്കുകയാണ്. നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. നിങ്ങളുടെ കൂടെ ദൈവവും ദൈവദൂതന്മാരും വരുന്നുണ്ട്. ഞാൻ നിങ്ങളോടുകൂടി വരുന്നുണ്ട്. ഞാൻ നിങ്ങളോടുകൂടി വരുന്നുണ്ട്. നിങ്ങൾക്ക് അനുഭവമാകുവാൻ ഇടയാകുമാറാകട്ടെ. സർവപ്രകൃതികളും തുണയായി നിൽക്കുമാറാകട്ടെ. സർവപ്രകൃതികളും തുണയായി നിൽക്കുമാറാകട്ടെ.
Thank you.
ഗുരുവരൻ കരുണയാൽ കരുതുന്നു എല്ലാം എല്ലാം. കാരുണ്യവാരിധിയായ ഗുരുവരൻ കരുണയാൽ കരുതുന്നു എല്ലാം എല്ലാം. കടലോളം സ്നേഹത്തെ നൽകിയിടുന്നു, കരളിൽ വസിക്കുന്നു ആനന്ദമായി. ഇതുപോലെ കരുതുവാൻ അങ്ങല്ലാതെ ഇഹലോകെ ആരുമില്ലെന്റെ നാഥ. ഇതുപോലെ കരുതുവാൻ അങ്ങല്ലാതെ ഇഹലോകെ ആരുമില്ലെന്റെ നാഥ. പരലോകത്തിൻ ഉടമസ്ഥനേ, ഇഹലോകെ വന്നു വസിപ്പവനേ. എങ്ങനെ വർണ്ണിക്കും ആത്മനാഥ, എങ്ങനെ വാഴ്ത്തിടും കാരുണ്യത്തെ. അന്തമില്ലാതുള്ള കാരുണ്യത്തെ അഗതികൾക്കായി ചൊരിയുന്നോരേ. ഇഹപരലോകത്തിന്റെ ഉടമസ്ഥനായ ദൈവം, കടലോളം സ്നേഹമുള്ള ദൈവം, കരുണയോടെ കരുതുന്ന ദൈവം, എല്ലാം ഒരുക്കി എല്ലാം നടത്തി ഈ വിധം ഒരു ഉത്രാടം നമുക്ക് അനുഭവമാക്കി തന്നു എന്ന് പരിപൂർണമായി വിശ്വസിക്കുന്നവരൊന്ന് കൈ ഉയർത്തിക്കണം. ഉന്നതനാകുന്ന ദൈവം ഓ ഉത്രാടത്തിൽ ഉദയമായി വന്ന് നിന്നുകൊണ്ട് തെളിയിച്ചത് എന്താണ്? ആത്മബോധോദയ സംഘത്തെയും അതിന്റെ സ്ഥാപകനെയുമായിരുന്നു. ആ അനേക വിധത്തിലുള്ള അനുഭവങ്ങൾ ആത്മലോകത്തിലേക്ക് കൊടുത്ത് തന്നിലേക്ക് ആകർഷിച്ച് ഒറ്റ വഴി, ഒറ്റ ശബ്ദം, ഒറ്റ ശക്തി, ഒറ്റ ജ്ഞാനം അത് തെളിയിച്ചു. എന്താണത്? ഏകത്വമെന്ന ബോധം ഏവർക്കും ഒരുപോലെ. എങ്കിലല്ലാതെ മോക്ഷം സിദ്ധമാകില്ല. ഏകത്വം എന്ന ബോധം ഒരു ആത്മാവിലേക്ക് ഏകീഭവിക്കുമ്പോൾ അതിലെന്തെല്ലാം ഉണ്ട്? ശബ്ദമുണ്ട്, ശക്തിയുണ്ട്, ജ്ഞാനമുണ്ട്, ആനന്ദമുണ്ട്, സമ്പൂർണതയെല്ലാം അതിലുണ്ട്. അങ്ങനെ ഈ സമ്പൂർണതയെ മർത്യജന്മങ്ങളിൽ സ്ഥിരപ്പെടുത്തുവാൻ അവതാരമായി വന്നതാണ് താനെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടാണ്
തെളിയിച്ചുകൊണ്ടാണ്. 26 സംവത്സരക്കാല ഉത്രാട നക്ഷത്ര ജാതമായ തിരുവുടലിൽ മഹാശക്തി വാണിരുന്നത്. 26 സംവത്സരക്കാല ഉത്രാട നക്ഷത്ര ജാതമായ തിരുവുടലിൽ മഹാശക്തി വാണി. അത്ഭുത വാഴ്ച, ആനന്ദ വാഴ്ച, ആനന്ദ വാഴ്ച, ആനന്ദ വാഴ്ച, ആനന്ദ രൂപന്റെ ആനന്ദ വാഴ്ച, ആനന്ദ വാഴ്ച, ആനന്ദ രൂപന്റെ ആനന്ദ വാഴ്ച, ആനന്ദ വാഴ്ച, ആനന്ദ വാഴ്ച, ആനന്ദ രൂപന്റെ ആനന്ദ വാഴ്ച, ആനന്ദ വാഴ്ച, ആനന്ദ വാഴ്ച, ആനന്ദ രൂപന്റെ ആനന്ദ വാഴ്ച. ആദിയകാനന്ദ രൂപനം ദൈവം താണിറങ്ങി വന്നു 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 ആനന്ദ വാഴ്ച. അങ്ങനെ അത്ഭുതകരമായ ആനന്ദ വാഴ്ച അങ്ങനെ അത്ഭുതകരമായ ആനന്ദ വാഴ്ച കണ്ടവർക്കാർക്കും മറക്കുവാൻ കഴിയില്ല. കണ്ടവർക്ക് ആർക്കും മറക്കുവാൻ കഴിയില്ല. പിന്നീട് വന്നവരോ പിന്നീട് ഇത് കേട്ട് കേട്ട് അതിലേക്ക് ആകർഷരാകുകയായിരുന്നു. വന്നവര് കേട്ട് കേട്ടതിലേക്ക് ആകൃഷ്ടരായി. പലതിനെയും സാദൃശ്യപ്പെടുത്തുന്നത് അതിനോട് ബന്ധിപ്പിച്ചായിരുന്നു. പലതിനെയും സാദൃശ്യപ്പെടുത്തുന്നത് അതിനോട് ബന്ധിച്ചായിരുന്നു. അമ്പോറ്റി പറയുന്നത് പോലെ, അമ്പോറ്റി പാടുന്നത് പോലെ, അമ്പോറ്റി അറിയിച്ചതുപോലെ, അമ്പോറ്റി അനുഗ്രഹിച്ചത് കൊണ്ട്, അമ്പോറ്റി കരുതിയത് കൊണ്ട്, ഇങ്ങനെ എല്ലാവരെയും കരുതുവാനും എല്ലാത്തിനെയും കരുതുവാനും കരുണയുള്ള ഒരു ദൈവം ലോകത്തിലുണ്ട് എന്ന്, എല്ലാവരെയും കരുതുവാനും എല്ലാത്തിനെയും കരുതുവാനും കരുണയുള്ള ഒരു ദൈവം ഈ ലോകത്തിലുണ്ട് അവതാരമായി വന്നിരിക്കുന്നു എന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിച്ചു. പറയാനല്ല പരംപുരുഷൻ പരമാത്മാവൻ അറിയണം. പറയാനല്ല പരംപുരുഷൻ പരമാത്മാവൻ അറിയണം. പറയാനെന്നു പരിഹസിച്ചാൽ പരമാത്മാവിനെ കാണുകയില്ല. പറയാനല്ല പരംപുരുഷൻ പരമാത്മാവൻ അറിയണം. പറയാനെന്നു പരിഹസിച്ചാൽ പരമാത്മാവിനെ കാണുകയില്ല. പരിഹാസവും കൊണ്ട് നടന്നാൽ പരിഹാസവും കൊണ്ട് നടന്നാൽ പരമാത്മാവിനെ അറിയുവാനോ അനുഭവിക്കുവാനോ കഴിയില്ല. പരമാത്മാവിനെ അറിയുവാനോ അനുഭവിക്കുവാനോ കഴിയില്ല. എന്തുകൊണ്ട്? തന്റെ ജ്ഞാനം ഗ്രഹിക്കാൻ ആ ഹൃദയം തുറക്കുന്നില്ല. തന്റെ ജ്ഞാനം ഗ്രഹിക്കുവാൻ ആ ഹൃദയം തുറക്കുന്നില്ല. തന്റെ ചൈതന്യത്തെ സ്വീകരിപ്പാൻ ആ ഹൃദയം തുറക്കുന്നില്ല. ചൈതന്യത്തെ സ്വീകരിപ്പാൻ ആ ഹൃദയം തുറക്കുന്നില്ല. അറിവ് കൊണ്ട് പരിശോധിച്ചറിഞ്ഞ് പരമാത്മാവാണെന്നുള്ളത്തിൽ കരുതി അതിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചാൽ പരിഹാസങ്ങൾ കളയുക, പരിശോധിച്ചറിയുക. പരിഹാസങ്ങൾ കളയുക, പരിശോധിച്ചറിയുക. കളങ്കം മാറി കലിയുഗത്തിലെ ഖണ്ഡിയെ നീ കാണുക. പരിഹാസങ്ങൾ കളയുക, പരിശോധിച്ചറിയുക. പരിഹാസങ്ങൾ കളയുക, പരിശോധിച്ചറിയുക. കളങ്കം മാറി കലിയുഗത്തിലെ ഖണ്ഡിയെ നാം കാണുക. പറയാനല്ല പരംപുരുഷൻ പരമാത്മാവൻ അറിയണം. പറയാനല്ല പരംപുരുഷൻ പരമാത്മാവൻ അറിയണം. പറയുന്നു പരിഹസിച്ചാൽ പരമാത്മാവിനെ കാണുകയില്ല. അക്കാലത്ത് ഏറ്റവും കൂടുതൽ പരിഹസിച്ചിരുന്ന ജാതിപ്പേര് വെച്ചായിരുന്നു. അക്കാലത്ത് ഏറ്റവും കൂടുതൽ പരിഹസിച്ചിരുന്ന ജാതി പേര് വെച്ചായിരുന്നു. എന്നാൽ താൻ തെളിയിച്ചത് എന്താണ്? ഭഗവാൻ തെളിയിച്ചത് എന്താണ്? ജാതി തന്റെ സൃഷ്ടിയല്ലെന്നാണ്. ജാതി തന്റെ സൃഷ്ടിയാണ്. അത് ലോകവശാൽ മർത്യന്മാരുണ്ടാക്കിയതാണ്, അത് ലോകവശാൽ മർത്യന്മാരുണ്ടാക്കിയതാണ്. അജ്ഞന്മാരുണ്ടാക്കിയതാണ്. അവരെ മർത്യന്മാരെന്നും പറഞ്ഞുകൂടാ,
മർത്യന്മാരുണ്ടാക്കിയതാണ്. അവരെ മർത്യന്മാരെന്ന് പറഞ്ഞു. അജ്ഞാനത്തിമിരം ബാധിച്ച കോമരങ്ങൾ അജ്ഞാനത്തിമിരം ബാധിച്ച കോമരങ്ങൾ അവരവരുടെ സാർത്ഥത നിറവേറ്റുവാൻ വേണ്ടിയാണ് ജാതിമത ഭേദബുദ്ധി ഉണ്ടാക്കിയത്. അവരവരുടെ സാർത്ഥത നിറവേറ്റുവാൻ വേണ്ടിയാണ് ജാതിമത ഭേദം. നീ ചെറുതാണ്, എന്റെ താഴെ നിൽക്കണം, നീ ചെറുതാണ്, എന്റെ താഴെ നിൽക്കണം, ഇത്ര അടി ദൂരെ നിൽക്കണം, എന്നോട് നേരിട്ട് സംസാരിക്കാൻ പാടില്ല, ഞാൻ നടക്കുന്ന വഴിയെ സഞ്ചരിക്കാൻ പാടില്ല, നല്ലതൊന്നും പറയാൻ പാടില്ല, നല്ലത് പഠിക്കാൻ പാടില്ല, വിദ്യ അഭ്യസിക്കാൻ പാടില്ല, ചേടി വേലകൾ ചെയ്ത് കൂടെ കഴിഞ്ഞു കൊള്ളണം. ആ വിധത്തിൽ വേർതിരിവുകൾ ഉണ്ടാക്കി, ഭേദബുദ്ധി ഉണ്ടാക്കി അവരവരുടെ സ്വാർത്ഥലാഭത്തിന് വേണ്ടി അജ്ഞന്മാർ പ്രവർത്തിച്ചപ്പോഴാണ് ജാതി ഉണ്ടായത്. ആ അജ്ഞാനം മാറ്റുവാൻ അജ്ഞരാമർത്യർക്കായി ഉദിച്ച ജഗദീശ പറയാൻ മാത്രമല്ല പറയിക്കാൻ കൂടിയാണ് വന്നത്. അങ്ങനെ പറയുന്ന മക്കളെല്ലാം പറയന്റെ മക്കളായി തീരും. എങ്ങനെ? പറയാൻ പഠിച്ചോരല്ല പറ എന്റെ മക്കളല്ലോ, പറയാൻ പഠിച്ചോരല്ല പറയാൻ പഠിച്ചോരല്ല പറ എന്റെ മക്കളല്ലോ. അങ്ങനെ പറയാൻ പഠിച്ചവരെല്ലാം തന്റെ മക്കളായി തീരും എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ ശിഷ്യരായി തീരും, അറിവിൽ അനുസരിക്കുന്നവരായി തീരും, ഉദാത്തമായ ഏകബന്ധത്തിൽ ഏകീഭവിക്കുന്നവരായി തീരും. അത് തെളിയിക്കുവാനാണ് താൻ ഈ ലോകത്തിൽ വന്നതെന്ന് സ്പഷ്ടമായി ശുദ്ധമായി ശക്തമായി അറിയിക്കുവാനാണ് ലോകാന്ത്യം വരെ വാഴുവാൻ തീരുമാനം ചെയ്തിരിക്കുന്നത്. ഓ മാറ്റമില്ലാത്തവൻ മരണമില്ലാത്തവൻ പരമഗുരു വരന്മാരിടുന്നു. എന്താണ് കരുതേണ്ടത്? ആരെയും അടിമപ്പെടുത്താനോ ആരുടെയെങ്കിലും അടിമകളായി ജീവിക്കുവാനോ അല്ല തീരുമാനിക്കേണ്ടത്. രണ്ടും തെറ്റാണ്. ആരുടെയെങ്കിലും അടിമകളാകുന്നതും ആരെയെങ്കിലും അടിമപ്പെടുത്തുന്നതും തെറ്റാണ്. രണ്ടും ഒന്നുപോലെ ശിക്ഷാർഹമാണ്. അതുകൊണ്ട് എന്തു വേണം? അറിവിൽ സമന്മാരായി ജീവിക്കുവാനാണ് പരിചയിക്കേണ്ടത്. അങ്ങനെ ജീവിക്കണമെങ്കിൽ അറിവില്ലാത്ത ഒരാളുടെ കയ്യിലോട്ട് ഇപ്പൊ വണ്ടി ഓടിക്കാൻ ഡ്രൈവിംഗ് അറിയാൻ വയ്യാത്ത ഒരാളുടെ കയ്യിലോട്ട് വണ്ടി എടുത്തു കൊടുക്കാൻ പറ്റുമോ? ഞാൻ ഓടിക്കാൻ പഠിച്ചിട്ടുണ്ട്, അപ്പൊ അവനും സമനാണ്, കേറിക്ക് ഓടിച്ചോ എന്ന് പറഞ്ഞാൽ ഓടിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല. ഓരോ കാര്യങ്ങളും പറയുമ്പോൾ അതിൻ്റെതായ ബുദ്ധിയിൽ കൂടി അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനാണ് ശിഷ്യന്മാർ പരിശീലിക്കേണ്ടത്. ഗുരുനാഥൻ ലോകത്തിൽ വന്ന്
അറിയിച്ച അറിവിനെ, ഗുരുനാഥൻ ലോകത്തിൽ വന്ന് നിന്ന് അറിയിച്ച അറിവിനെ സൽക്കർമ്മത്തിൽ കൂടി അവനവനിലേക്ക് അനുഭവമാക്കിക്കൊണ്ട്, സൽക്കർമ്മങ്ങളിൽ കൂടി അവനവനിൽ അനുഭവമാക്കിക്കൊണ്ട്, അനുഭവമായ പരമാർത്ഥത്തെ പരന്മാരോട് പറയണം. അപ്പോഴാണ് സമന്മാരാകുന്നത്. അനുഭവമായ പരമാർത്ഥത്തെ പരന്മാരോട് പറയണം. അപ്പോഴാണ് എങ്ങനെ പറയണം? പറയേണ്ട പോലെ പറയണം. പറയേണ്ടതുപോലെ ആ പരമാർത്ഥം പറയേണ്ടതുപോലെ പറഞ്ഞാൽ ആർക്കും ഹിതവും ഇഷ്ടവുമായി മാറും. പരമാർത്ഥം പറയേണ്ടതുപോലെ പറഞ്ഞാൽ ആർക്കും ഹിതവും ഇഷ്ടവുമായി. ചില ആളുകളുടെ വിചാരം എന്റെ കയ്യിലുള്ള കാര്യം മറ്റൊരാളിന് കൊടുത്തു കഴിഞ്ഞാൽ ഞാനും കുറഞ്ഞു പോകും, മറ്റേയാൾ ഉയർന്നു പോകുമെന്നാണ്. ചില ആളുടെ കാര്യം എന്റെ കയ്യിലുള്ള കാര്യം മറ്റൊരാൾ കൊടുത്താൽ ഞാനും കുറഞ്ഞു പോകും, മറ്റേയാളും ഉയർന്നു പോകും. ചില ആളുകൾ തീരുമാനിക്കുന്നത് ഗുരുശിഷ്യ ബന്ധത്തിൽ ജീവിക്കുവാൻ വേണ്ടി, ചില ആളുകൾ തീരുമാനിക്കുന്നത് ഗുരുശിഷ്യ ബന്ധത്തിൽ ജീവിക്കുവാൻ വേണ്ടി, ചില ആളുകളെ കൊണ്ടുവന്ന് ബന്ധിപ്പിക്കുമ്പോ ചില ആളുകളെ കൊണ്ടുവന്ന് ബന്ധിപ്പിക്കും. എന്റെ കയ്യിൽ നിന്ന് ഒരു കാരണവശാൽ ഈ ആളും കൂടുതൽ അങ്ങോട്ട് അടുത്തു പോകരുത് എന്ന് വിചാരിച്ച് പ്രവർത്തിക്കും. എന്റെ കയ്യിൽ നിന്ന് കൂടുതൽ ഈ ആൾ ഒരിക്കലും അങ്ങോട്ട് അടുത്തു പോകരുത് എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കും. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ ഭക്ത അല്ലെങ്കിൽ ഭക്ത ഇന്നപോലൊരു കാര്യമുണ്ട് അമ്പറ്റോടൊന്ന് പറയണമല്ലോ, ഞാനോട് വരാൻ, ഞാൻ വന്നിട്ട് പറഞ്ഞാൽ നേരിട്ട് അങ്ങോട്ട് അനുവദിക്കത്തില്ല. കാരണം എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായി പോയെങ്കിലോ എന്നൊരു ഭയമാണ്. അപ്പൊ എന്നേക്കാൾ ഒരു ഉയർച്ച ആളിനുണ്ടായാൽ, ആ ആളും ആ ഭഗവാനുമായി കൂടുതൽ അടുത്താൽ എന്നോടുള്ള ബന്ധം കുറഞ്ഞു പോകുമോ എന്ന ഭയമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ഭയം ആവശ്യമില്ല. കാരണം ഗുരുശിഷ്യ ബന്ധത്തിൽ ജീവിക്കുന്നവർക്ക് അങ്ങനെ ഒരു ഭയത്തിന്റെ ആവശ്യമില്ല. നീ എപ്രകാരം സത്യജീവിതം ചെയ്യുന്നുവോ ആ സത്യജീവിതത്തിന്റെ ഫലം അനുസരിച്ച് നിന്നോട് ഗുരുവിനെ അകവഴിഞ്ഞ ബന്ധം ഉണ്ടാകും. അല്ലാതെ കുറെ ആളുകളെ കൊണ്ടുവന്ന് എന്റെ മുന്നിൽ നിർത്തിയത് കൊണ്ടൊന്നും വലിയ ബന്ധമൊന്നും ഉണ്ടാകും. അതിന് അതിൻ്റെതായ ഒരു സ്നേഹം ഉണ്ടാകും. അതിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ഈ അറിവിനെ സ്വീകരിച്ച് ജീവിക്കുന്ന അവരോട് ബന്ധമുണ്ടാകും. അപ്പോ നമുക്ക് ഈ വക്രതകളില്ലാതെ, ഭേദബുദ്ധികളില്ലാതെ ഏകപുരുഷനാകുന്ന ഗുരുവിങ്കിലേക്കുള്ള ചൂണ്ടുപലകയായി തീരുവാൻ ഓരോ ജന്മങ്ങളും പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ജന്മനക്ഷത്ര മഹോത്സവം. കാരണം ആ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് തെളിയിച്ചതെല്ലാം ശുഭാനന്ദ ദിവ്യരൂപത്തെ പറ്റിയായിരുന്നു. അല്ലാതെ ആ ശരീരത്തെ പറ്റിയോ ആ ശരീരം പ്രവർത്തിച്ച കഷ്ടപ്പാടുകളെ കുറിച്ചോ അല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ഞാൻ എന്റെ മനുഷ്യരീരത്തിൽ ഇരുന്നുകൊണ്ട് ഇന്ന വിധത്തിൽ പ്രവർത്തിച്ചിരുന്നു, ഇന്ന കഷ്ടതകൾ അനുഭവിച്ചിരുന്നു, ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ കാൽനടയായി സഞ്ചരിച്ചിരുന്നു, കഴുത്തറ്റം ചെളിക്കുള്ളിൽ ഇറങ്ങിക്കിടന്ന് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടി രാത്രികാലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഈ പറഞ്ഞതെല്ലാം എന്തായിരുന്നു? ആ ശുഭാനന്ദ രൂപത്തെ പറ്റിയായിരുന്നു. നമ്മളിപ്പോൾ ആരാധിക്കുന്ന ഇന്ന് ഈ ജന്മനക്ഷത്രം ആഘോഷിക്കുന്ന ആരുടെ ജന്മനക്ഷത്രമാണ്? 101ാമത് ഉത്രാടം ജന്മനക്ഷത്രം എന്ന് തന്നെയാണ് പറയുന്നത്. ആനന്ദജി ഗുരുദേവനെ ഹൃദയം നിറച്ചോർത്ത് നമ്മൾ നന്ദിപ്പെടുകയാണ്. അപ്പോൾ ഗുരുവിനോട് ബന്ധിപ്പിക്കുവാൻ വേണ്ടി ഒരു ശിഷ്യൻ പ്രവർത്തിക്കുമ്പോൾ ആ വിധത്തിൽ ഉയർത്തപ്പെടുകയും ഗുരുവായി തീരുകയും ചെയ്യുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ജന്മനക്ഷത്രം. അതുകൊണ്ട് ഒട്ടും മടിക്കാതെ സൽഗുരു ഇഷ്ടങ്ങൾ ശിഷ്യന്മാരാകുകയും ചെയ്തു കൊള്ളുക. ഒട്ടും മടിക്കാതെ സൽഗുരു ഇഷ്ടങ്ങൾ ശിഷ്യന്മാരാകുകയും ചെയ്തു കൊള്ളുക. ഒട്ടും മടിക്കാതെ സൽഗുരു ഇഷ്ടങ്ങൾ ശിഷ്യന്മാരാകുകയും ചെയ്തു കൊള്ളുക. ഇഷ്ടത്തിനൊത്തങ്ങു ജീവിക്കും ശിഷ്യരിൽ ഭഗവാൻ
പറഞ്ഞാൽ പരമഗുരുവിന്റെ വാഴ്ച കാണാം. പറയേണ്ടത് പറയേണ്ട പോലെ പറയേണ്ട വിധത്തിൽ പറയേണ്ടവരോട് പറഞ്ഞാൽ പറയേണ്ട തിരുവാഴ്ച കാണാം. ആ പരമഗുരുവിന്റെ വാഴ്ച കാണാം. അങ്ങനെ പരമഗുരുവിന്റെ അധിവാസ സ്ഥലമായി ഓരോ പരന്മാരെ ഒരുക്കിയെടുക്കുവാൻ, പരമഗുരുവിന്റെ അധിവാസ സ്ഥലമായി ഓരോ പരന്മാരെ ഒരുക്കിയെടുക്കുക. ആ പരമാത്മാവാണ് ലോകത്തിൽ വന്ന് വാഴുന്നതെന്ന് പരിപൂർണമായി സമ്മതിക്കുന്നവരെന്ന് കൈയടിച്ചു കേട്ടാൽ. അതുകൊണ്ട് നിഷ്കളങ്ക ഭക്തിയോടുകൂടി നിങ്ങൾ ജീവിതം ചെയ്യുക. ഇന്ന് നിങ്ങൾ വന്ന് ഈ ആഘോഷിക്കുന്ന ഈ ആഘോഷം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആനന്ദമായി ഭവിക്കുമാറാകട്ടെ. ഓ, വലിയ മഴയും വലിയ കൊടുങ്കാറ്റും ഒക്കെ ആയിരുന്നു പ്രവചിച്ചിരുന്നത്. മഹാശക്തിയുടെ കാരുണ്യത്താലും പ്രകൃതിയുടെ കരുണയാലും ആ ഉന്നതമായ തെളിഞ്ഞ കാലാവസ്ഥയിൽ നമ്മുടെ ഘോഷയാത്ര നടത്തുവാൻ അനുവാദം കിട്ടി. തുടർന്നുള്ള കർമ്മങ്ങളും പ്രകാശയാത്രയും ഇതിനേക്കാൾ ഉപരിയായ നിലയിലെല്ലാം നടത്തുവാൻ മഹാശക്തി അനുവദിക്കുമാറാകട്ടെ. ഇത്രയും വേഗം പോയി ആഹാരം കഴിച്ച് ഈ വന്നു ചേർന്നിരിക്കുന്നവരെക്കാൾ കൂടുതൽ ആളുകൾ വന്നാലും കൊടുക്കത്തക്ക വിധം ആഹാരം ഒരുക്കി വെച്ചിട്ടുണ്ട്. ശാന്തമായി ചെന്നത് ഭക്ഷിക്കുക. പറയാനായി വന്നു, പരിഹാസം കേട്ടു, പരിശ്രമിച്ച ഫലമാണ് അനുഭവിക്കുന്നതെന്നുള്ള ഓർമ്മയോടുകൂടി ആ പ്രസാദമായിട്ട് ആ ഭക്ഷണം കഴിക്കുക. നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക. ആവശ്യത്തിന് വാങ്ങി കഴിക്കുക, നഷ്ടപ്പെടുത്തരുത്. ആ വിധത്തിൽ ഭക്ഷണം കഴിച്ച് എല്ലാവരും സമ്മേളന സ്ഥലത്തേക്ക് എത്തുക. നമ്മുടെ ജന്മനക്ഷത്ര ശതാബ്ദി ആഘോഷത്തിന്റെ അവസാന ദിവസത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഗവർണർ തന്നെയാണ് ഈ പ്രാവശ്യവും നമുക്ക് ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം ഇപ്പോൾ സ്ഥാനത്ത് നിന്ന് വിരമിച്ചുവെങ്കിലും സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്നതിന് മുമ്പേ ഈ അഭിപ്രായങ്ങൾ അറിയിക്കുകയും അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തതായിരുന്നു. അപ്പൊ ആ വിധത്തിൽ അദ്ദേഹത്തെ തന്നെ ഇവിടെ വരുത്തുകയാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് ചിന്തിച്ച ഒരു കാര്യം, ആ സർവജ്ഞാനോത്സവം ആർക്കും മറക്കുവാനാകാത്ത ഒരു അനുഭവമായിരുന്നുവല്ലോ. അപ്പൊ ആ സ്മരണകൾ ഇതിനുള്ളിൽ എല്ലാം കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ, അത് അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ. അപ്പൊ അവരുടെ മധ്യത്തിലേക്ക് സർവജ്ഞാനോത്സവ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആള് തന്നെ എത്തുമ്പോൾ അതും ഒരു അത്ഭുതമായി കാണുകയാണ്. അങ്ങനെ അത്ഭുത പുരുഷൻ ഓരോന്നും അത്ഭുതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത്ഭുത പുരുഷന്റെ കർമ്മങ്ങളെ ഏറ്റെടുത്ത് കർമ്മിക്കുന്നവർ ഈ നടക്കുന്ന കാര്യങ്ങളിലെല്ലാം അവരവരുടേതായ ഭാഗതയത്തെ ഉറപ്പുവരുത്തുക. അങ്ങനെ സമ്മേളന സ്ഥലത്തെത്തി അതിൽ പങ്കെടുത്ത് ഏകദേശം ഒരു 4 മണിയോടുകൂടി എല്ലാവരും മാവേലിക്കര നമ്മുടെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഓഡിറ്റോറിയത്തിലേക്ക് പോകണം. അതും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സർവജ്ഞാനോത്സവത്തിന്റെ പ്രകാശയാത്ര ആരംഭിച്ച സ്ഥലം തന്നെയാണ്. അവിടെ നിന്നും കൃത്യം 5:30 തന്നെ നമ്മുടെ പ്രകാശയാത്ര ആരംഭിക്കണം. അതിനു മുമ്പ് അതിന് വേണ്ടുന്ന സാമഗ്രികളും സാധനങ്ങളും ദീപങ്ങളും എല്ലാമായി എല്ലാവരും എത്തിച്ചേരുക. വേളക്കാര് നമ്മുടെ ജീവിത തിടമ്പ് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും അതിനു മുമ്പേ തന്നെ അവിടെ എത്തിച്ച് കൃത്യസമയത്ത് തന്നെ അത് ആരംഭിച്ച് കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേരുമ്പോൾ വീണ്ടും നമുക്കൊരു ആരാധന നടത്തി സേവയും കഥകളിയും കഴിഞ്ഞ് ആത്മലോകത്തിന് ഭവനങ്ങളിലേക്ക് പോകാവുന്നതാണ്. ആ വിധത്തിൽ എല്ലാം ഈശ്വരൻ ഒരുക്കി വെച്ചിരിക്കുമ്പോൾ ഓരോരുത്തരും അതിൻ്റെതായ ബന്ധം ഓരോന്നിനോടും പുലർത്തുമ്പോഴാണ് ആനന്ദം ഉണ്ടാകുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ദിവസം കൊണ്ട് ഈ ആഘോഷിക്കുന്ന കാര്യങ്ങൾക്ക് 1 മാസം മുമ്പ് മുതലേ എന്റെ സന്താനങ്ങൾ പല സ്ഥലത്തു നിന്നും വന്ന് ഓരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കോരിച്ചൊരിയുന്ന മഴയത്ത് എന്റെ സന്താനങ്ങൾ ആ മഴയൊക്കെ നനഞ്ഞുകൊണ്ടാണ് പല കർമ്മങ്ങളും ചെയ്തത്. ഒരു ദിവസം 100-ൽ കൂടുതൽ ആളുകൾ വന്നു ചേർന്നു. ഞാൻ വിചാരിച്ചു ദൈവം
മഴയാണല്ലോ. ഭഗവാൻ ചിന്തിച്ചു, ഇത്രയും ആളുകൾ വെറുതെ നിൽക്കണമല്ലോ, വലിയ മഴയാണല്ലോ. അവരെല്ലാം ദക്ഷിണ നിന്ന് അപ്പുറത്തേക്ക് പോയി. അവരെല്ലാം ദക്ഷിണ സമർപ്പിച്ച് അപ്പുറത്തേക്ക് പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ചിന്തിക്കുകയാണ്, എന്ത് ചെയ്യും ഈ മഴ ഇങ്ങനെ പെയ്താൽ എന്ത് ചെയ്യും? തിരുമനസിലൂടെ ചിന്തിക്കുകയാണ്, ഈ മഴ ഇങ്ങനെ പെയ്താൽ എന്ത് ചെയ്യും? അപ്പൊ ഒരു 5 മണിയായപ്പോ ഇവരെല്ലാം തിരിച്ച് എന്റെ അടുത്ത് വന്നു. 5 മണിയായപ്പോൾ തിരുമുമ്പാകെ വന്നു. അപ്പോ നിങ്ങൾ ഇന്നൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലയോ എന്ന് ചോദിച്ചപ്പോ, അല്ലേ ഞങ്ങൾ ഇന്നടുത്ത് ഇന്നതുപോലൊക്കെ ചെയ്യുമായിരുന്നേ എന്ന് പറഞ്ഞു. നിങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ഇന്നടുത്ത് ഇന്നതൊക്കെ ചെയ്യുകയാണെ എന്ന് അവർ പറഞ്ഞു. അപ്പൊ എന്റെ കുഞ്ഞുങ്ങളെല്ലാം മഴ നനഞ്ഞുകൊണ്ടാണോ ഇത് ചെയ്തത്? ഭഗവത്സന്താനങ്ങളെല്ലാം മഴ നനഞ്ഞുകൊണ്ടാണോ ചെയ്തത്? അതിന് അടിയങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടായില്ലേ? സന്തോഷത്തോടാണ് ചെയ്തത് എന്ന് അവർ സന്തോഷത്തോടുകൂടി പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ സന്തോഷം അത് വർണ്ണിക്കാവുന്നതാണ്. സന്തോഷത്തോടുകൂടി അറിയിച്ചപ്പോൾ തിരുമനസിലുണ്ടായ സന്തോഷം വർണ്ണിപ്പാവുന്നതാണ്. അങ്ങനെ അനേകം ദിനങ്ങളിൽ അനേക സ്ഥലത്തു നിന്ന് എന്റെ സന്താനങ്ങൾ വന്ന് ഒരുക്കിയാണ് ഇന്നിപ്പോ നിങ്ങൾക്ക് ഇതെല്ലാം സൗകര്യത്തിന് അനുഭവിക്കാൻ തക്കവിധം ഒരുക്കി വെച്ചത്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കുമാറാണ്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും അർപ്പിച്ച നേർച്ചകളെല്ലാം ഞാനിതാ സ്വീകരിക്കുകയാണ്. അതുപോലെ പുഷ്പാലങ്കാരങ്ങൾ, വിവിധ വിധത്തിലുള്ള അലങ്കാര വസ്തുക്കൾ, അതുപോലെ ഓരോരോ കാര്യങ്ങൾ നേർച്ചകൾ കൊണ്ടുവന്ന് സമർപ്പിച്ചവർ, ആ നേർച്ച വസ്തുക്കൾ, അതുപോലെ പല വിധത്തിലുള്ള ധനങ്ങൾ, എല്ലാ നേർച്ചകളും ഞാനിതാ സ്വീകരിക്കുകയാണ്. എല്ലാം സർവശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഉന്നതമായ താരാസ്തുതിയുടെ വ്രതം നടക്കുന്ന സമയമാണ്. താരാസ്തുതിയിൽ ബന്ധിക്കുവാനുള്ളവരും ഈ കൂട്ടത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. ഇനിയും ആളുകൾ വന്നു ചേരാനുണ്ട്. എല്ലാം ആനന്ദമായി മഹാശക്തി നടത്തി തരുമാറാകട്ടെ. ആ ഉന്നതമാകുന്ന നമ്മുടെ മഹാഗോപുരം ഏറ്റവും മഹനീയമായ നിലയിൽ അത് പൂർത്തീകരിച്ച് കാണുവാൻ ആർത്തിയോടെ കാത്തിരിക്കുന്ന എന്റെ മനോഹര സന്താനങ്ങളെ ഏറ്റവും വേഗത്തിൽ അതിന്റെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സർവശക്തി തന്നെ നേരിട്ട് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നിങ്ങൾക്കായി ദാനം ചെയ്യുമാറാകട്ടെ. അതിനായി സർവശക്തി ഒരു അത്ഭുത ജന്മത്തെ ഇവിടെ നിലനിർത്തിയിരിക്കുന്നു. ആത്മദീപത്തിന് ആയുരാരോഗ്യ സൗഖ്യം കൊടുത്ത് രക്ഷിക്കുവാൻ എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ രാജഗോപാലിനെയും ആ കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും എല്ലാ ഓമന മിത്രങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അതേപോലെ ഈ കർക്കിടക മാസം കഴിഞ്ഞാൽ നമുക്ക് കേരളക്കര ആകെ ആഘോഷിക്കുന്ന തിരുവോണം വരികയാണ്. നമുക്ക് തിരുവോണമാണോ പ്രധാനം, ഉത്രാടമാണോ പ്രധാനം? എന്താ കാരണം? നമ്മുടെ ഗുരുവിന്റെ നിയമം സർവൈശ്വര്യത്തെ ഓരോ ഭവനങ്ങളിലും നിലനിർത്തുവാൻ മഹാശക്തി തന്ന നിയമം. ഗുരുപൂജയല്ലാതെ ഒരു പൂജയെന്നില്ല. ഉത്രാടത്തിന്റെ അന്നൊരു പൂജയുണ്ട്. ഒരു കോഴിയെ പിടിച്ച് എന്റെ തലയ്ക്ക് പെടലിക്ക് ഒരു കടി കൊടുക്കും. തല വേറെ ഉടല് വേറെ, അതങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കും. അതിന്റെ മുമ്പിൽ ഒരു കള്ളുകുപ്പി, അതിനിപ്പുറത്ത് ഇച്ചിരി കഞ്ചാവ്, അതിനിപ്പുറത്തൊരു പുകയില. ഇതെല്ലാം കൂടെ അങ്ങോട്ട് വെച്ചേച്ചൊരു പൂജ. എന്നിട്ട് ഇതെല്ലാം കൂടെ അങ്ങ് കഴിക്കും. കഴിച്ച് അടിച്ച് തിമിർത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ചവിട്ടി മെതിച്ച് കണ്ണുനീരും ദുഃഖവുമായിട്ടൊരു ഓണം. സാധുക്കളാകുന്ന സ്ത്രീജനങ്ങളും കുഞ്ഞുങ്ങളും കണ്ണുനീരോടെ കണ്ണുനീര്. അനാചാരങ്ങളെ മുഴുവൻ തച്ചുടച്ചുകൊണ്ട് മഹാശക്തി കൽപ്പിച്ചു, നിങ്ങളുടെ പൂജാമുറിയിൽ ഞാനും എന്റെ ശിഷ്യനും കൂടി കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് തരുവാനുള്ളത് അവിടെ അല്പാൽപമായി എടുത്ത് പൂജാമുറിയിൽ വെച്ച് ഉത്രാടത്തിന്റെ
ഉത്രാടത്തിനന്ന് വൈകുന്നേരം കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുക. സർവശക്തനാകുന്ന അന്നദാന പ്രഭുവാകുന്ന മഹാശക്തിയെ കഴിഞ്ഞ ഉത്രാടം ദിനം മുതൽ ഈ ഉത്രാടം ദിനം വരെയും അന്നവസ്ത്രാദികൾ മുട്ടുകൂടാതെ ദാനം ചെയ്ത് രക്ഷിച്ച മഹാശക്തിയെ കോടാനുകോടി നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ഉത്രാടം മുതൽ അടുത്ത ഉത്രാടം വരെയും ഏഴകൾക്ക് വേണ്ടത് ദാനം ചെയ്യുമാറാകണമേ. ഏഴകൾക്ക് വേണ്ടത് ദാനം ചെയ്യുമാറാകണമേ. സർവൈശ്വര്യവും ദാനം ചെയ്യുമാറാകണമേ. സമ്പൽ സമൃദ്ധിയെ ദാനം ചെയ്യുമാറാകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ച് 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 ഇന്ന് നമ്മുടെ ഭവനങ്ങളിലെല്ലാം ഐശ്വര്യവും സമൃദ്ധിയും ജഗദീശ്വരൻ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അത് സ്വീകരിക്കാൻ ഞാനിതാ ഓരോ ഗൃഹങ്ങളിലേക്കും കടന്നു വരുവാൻ കാത്തിരിക്കുകയാണ്. പരിശുദ്ധമായി ഒരുക്കി നിഷ്കളങ്ക ഭക്തിയോടുകൂടി നിങ്ങൾ ഈ നിയമം പാലിച്ചാൽ സത്യവുമായി നിങ്ങൾക്കത് അനുഭവമാകും. സത്യം അങ്ങനെ ഒരുക്കി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഓണം ആഘോഷിക്കുക. മഹാശക്തി വേണ്ടതെല്ലാം പ്രകൃതിയിൽ കൂടി ദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെ ഉന്നതനാകുന്ന ദൈവം അവതരിപ്പിച്ചു തന്നിരിക്കുന്ന നിയമങ്ങളെ കൃത്യമായി പാലിക്കുന്നവർക്ക് എന്നും ഗുരുവിനെ കാണാം, എന്നും ഗുരുവിനെ കേൾക്കാം, എന്നും ഗുരുവിനെ അനുഭവിക്കാം. ഓ ആനന്ദം അനുദിനം അനുഭവിപ്പാൻ അഖിലേശൻ വാഴണേ ദീർഘകാലം. ജന്മനക്ഷത്ര ദിനത്തിൽ ഒരു 7 വർഷം മുമ്പ് 6 വർഷം മുമ്പാണ് നമ്മുടെ മഹാഗോപുരത്തിന്റെ സ്ഥപതിയായ വേലുസാർ ആദ്യമായി ഇവിടെ എത്തുന്നത്. 6 വർഷം മുമ്പാണ് മഹാഗോപുരത്തിന്റെ സ്ഥപതിയായ വേലുസാർ. ഞാൻ വളരെ കാലം കൊണ്ട് നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാൾ ഇന്നിതാ ഈ ഉത്രാടം നാളിൽ നമുക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ സുരേഷ് നിങ്ങൾക്ക് അറിയാവുന്നവരാണോ? ആർക്കെങ്കിലും അറിയോ? അറിയാവുന്നത് കൈയടിച്ചേ. വലിയ വാഗ്മിയാണ്. ഞാൻ അനേകം പ്രസംഗങ്ങൾ അദ്ദേഹത്തിന്റെ കേട്ടിട്ടുണ്ട്. വളരെ തവണ നമുക്ക് വിളിക്കണമെന്നൊക്കെ ആലോചിച്ചതുമാണ്. ഇപ്പൊ അദ്ദേഹം എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു, വലിയ സന്തോഷം തോന്നുകയാണ്. ഈ ഉത്രാട നക്ഷത്രത്തിൽ വലിയ വലിയ ഒരു സന്തോഷം. ഭഗവാൻ ആയുസ്സും ആരോഗ്യവും കൊടുത്ത് സാറിനെ രക്ഷിക്കുമാറാകട്ടെ. ഉന്നതമാകുന്ന ഈ ഉത്രാട നക്ഷത്രം തുടർന്ന് നടക്കേണ്ട കർമ്മങ്ങളെല്ലാം എല്ലാം ആനന്ദമായി നടക്കുവാൻ മഹാശക്തി അനുഗ്രഹിക്കട്ടെ. ഉന്നതനാകുന്ന ദൈവത്തിന്റെ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് സത്യസന്ധമായി കൃത്യനിഷ്ഠയോടുകൂടി ലോകരംഗത്ത് ജീവിക്കുക. മഹാശക്തി നിങ്ങൾക്കായി വാഴുമാറാകട്ടെ. സർവശക്തി നിങ്ങൾക്കായി വാഴുമാറാകട്ടെ. ദേവലോക തുല്യമായ ദേവാ